ഹലോ ഗൈസ്, വൺ പീസിൻ്റെ 21ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മറാഠി ഷിപ്പിൻ്റെ ഒരു ബാത്റൂമാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഷെഫ് ഇരുന്നുകൊണ്ട് ഭയങ്കര പ്രാക്ടീസാണ് എങ്ങനെയാണ് കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ള കാര്യം. കാരണം അവരൊക്കെ കൊള്ളക്കാരാണ്. അപ്പോൾ അവന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ മര്യാദയ്ക്കൊക്കെ സംസാരിക്കാനും കസ്റ്റമർ കെയർ സർവീസൊക്കെ നടത്തിക്കൊണ്ട് പോകാനും. അതിനുശേഷം മച്ചാൻ കസ്റ്റമർ ഈസ് ഗോഡ് എന്നെല്ലാം കുറേ പുരാണങ്ങളൊക്കെ വായിച്ച് പഠിച്ചു. അവിടെ ഒരു മോട്ടോ ഒക്കെ ഉണ്ട് കസ്റ്റമറെ കുറിച്ച്, കസ്റ്റമർ ഗോഡാണ് അതാണെന്നൊക്കെ ഉള്ളത്, നല്ലപോലെ ഇടപഴകണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ മൂപ്പര് വായി 2, 3, 5 വട്ടം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വരാണ്. അപ്പോൾ ഏരിയയിലോട്ട് വന്ന് നോക്കുമ്പോൾ മൂപ്പര് ഈ കസ്റ്റമർ ഈസ് ഗോഡ് എന്നെല്ലാം പറഞ്ഞ് നോക്കുമ്പോൾ സാജി ഇവിടെ ഒരുത്തനെ പിടിച്ച് തൂക്കി നിർത്തിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ മറൈൻ്റെ ലൂട്ടനൻ്റ് തന്നെ. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ ഞെട്ടി ഓടി വന്ന്, സാഞ്ചി നീ എന്ത് തേങ്ങയിടാ കാണിക്കുന്ന, ഒരു ലൂട്ടനൻറ്റിനാണോ നീ ഇങ്ങനെ ചെയ്യാന്നെല്ലാം ചോദിക്കും. അപ്പോൾ സാഞ്ചി പറയും എൻ്റെ പേരെടുത്ത് വിളിക്കാൻ മാത്രം ഒരു ബന്ധമില്ല കുക്ക് എന്നെല്ലാം പറയും. അതിനുശേഷം സാഞ്ചി പറയും ഇവൻ ഫുഡിനെ കളിയാക്കി, അതേപോലെ ഇവൻ ഫുഡ് ഉണ്ടാക്കുന്ന കുക്കിനെ കളിയാക്കി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ നിലത്തെറിഞ്ഞുകൊണ്ട് അവർ തമ്മിൽ ഡയലോഗ് അടിക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് നിലത്തെറിഞ്ഞ് കിടക്കണ നമ്മുടെ ലൂട്ടനൻ്റ് പറയും ഞാൻ ഇത് മറൈനിൽ റിപ്പോർട്ട് ചെയ്ത് കണ്ട് നിങ്ങളെല്ലാം ഇല്ലാണ്ടാക്കും എന്ന് പറയാം. അപ്പോൾ സാഞ്ചി പറയും അങ്ങനെയാണെങ്കിൽ നിന്നെ ജീവിക്കാൻ വിടുന്നത് സേഫ് അല്ല എന്നെല്ലാം പറയും. അങ്ങനെ സാഞ്ചി ഈ നമ്മുടെ മറൈൻ ലൂട്ടനൻറ്റിനെ തല്ലാൻ പോകുമ്പോൾ അവിടുത്തെ കുക്സൊക്കെ കൂടി, ബാക്കിയുള്ള കുക്കുകാരും സെർവൻസൊക്കെ കൂടി പിടിച്ച് ഇവനെ മാറ്റി നിർത്തുന്നുണ്ട്. അതേപോലെ ഈ നേരത്താണ് നമ്മുടെ ഈ ബറാട്ടിൻ്റെ ഓണറും ലൂഫിയും മുകളിൽ പൊരിഞ്ഞടിയാണ്. അവന്മാർ ഇതുവരെ കോംപ്രമൈസ് ആയിട്ടില്ല, എത്ര നാൾ ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ലൂഫിനോട് പറയണത് ഒരു കൊല്ലം വർക്ക് ചെയ്യണം, ലൂഫിക്കാണെങ്കിൽ ഒരു കൊല്ലം വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. മോന് കിങ് ഓഫ് ദ പൈറേറ്റ് ആവണം, ഒരു കൊല്ലം കൂടെ വേസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവൻ പറഞ്ഞു ഒരു വീക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അങ്ങനെ അവർ തമ്മിൽ അടിണ്ടാക്കിയാണ്ട് വരും, നേരെ ബിൽഡിങ്ങും പൊളിച്ച് ഈ സാഞ്ചീൻ്റെ ഇവിടെ ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് വീഴുന്നത്. അങ്ങനെ വീണ ഉടനെ തന്നെ വീണ്ടും നമ്മുടെ ലൂഫിയും ഈ റെസ്റ്റോറൻറ്റ് ഓണറും തമ്മിൽ വർത്താനായി. കാരണം റെസ്റ്റോറൻറ്റ് ഓണർ പറയും എൻ്റെ ഈ റെസ്റ്റോറൻറ്റ് റൂഫ് നീ വീണ്ടും തകർത്തില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലൂഫി പറയും ഞാനല്ല നിങ്ങളല്ല അടിച്ച് തകർത്ത്, എന്നിട്ട് എൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും അവിടെ രണ്ടുപേരും കൂടി അടിയുണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഈ നേരത്താണ് ബാക്കിയുള്ള സാഞ്ചീനെ പിടിച്ച് നിൽക്കണ ബാക്കിയുള്ള കുക്സൊക്കെ പറയണത് എൻ്റെ ഓണറെ ഇങ്ങോട്ടൊന്ന് നോക്ക്, ഇവിടെ ഇപ്പോൾ സാഞ്ചി ലൂട്ടറിനെ അടിച്ച് കൊല്ലും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ഓണറും ലൂഫിയും അങ്ങോട്ട് നോക്കുന്നത്. അങ്ങനെ ഓണർ എണീച്ച് വന്നാണ്ട് പറയും എടാ ഇടിയറ്റ് സാഞ്ചിയെ നീ എന്ത് തേങ്ങയാണ് ഈ കാണിക്കാൻ പോകുന്നത്, നീ വീണ്ടും ഇവിടെ അടിയുണ്ടാക്കാൻ വന്നതാണോ എന്നെല്ലാം ചോദിക്കൂ. അങ്ങനെ സാഞ്ചിയുടെ ദേഷ്യം മാറണില്ല എന്നുണ്ടപ്പോൾ നമ്മുടെ ഓണർ സാഞ്ചിക്ക് ഒരു ചവിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നായിൻ്റെ മോനെ ഇവിടുന്ന് എണീച്ച് പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂട്ടനൻറ്റിനും ഒരു ചവിട്ട് കൊടുത്ത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ലൂട്ടനൻറ്റ് വിചാരിക്കും ഇതൊരു റെസ്റ്റോറൻ്റ് ആണോ അതോ വല്ല പൈറേറ്റ് ഷിപ്പോ എന്നുള്ളൊരു മൈൻഡായി ലൂട്ടനൻറ്റിന്. ഈ സമയത്താണ് ലൂട്ടനൻറ്റിൻ്റെ ഒരു സബോർഡിനേറ്റ് വന്നുകൊണ്ട് പറയണത് നമ്മൾ പിടിച്ചു വെച്ച ഒരു പൈറേറ്റ് ഇറങ്ങി ഓടി, വേഗം വരി ആകെ പ്രശ്നമായിരിക്കുകയാണെന്ന്. പക്ഷേ ആ പിടിച്ചു വെച്ച ആ പൈറേറ്റ് സാധാരണക്കാരനല്ല, അവൻ ക്രീഗ് പൈറേറ്റ്സിൻ്റെ ക്രൂ മെമ്പറാണ്. അതായത് ഈ ഒരു ഈസ്റ്റ് ബ്ലൂവിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പൈറേറ്റ് ക്രൂ എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഫുഡ് അടിക്കാൻ വന്ന എല്ലാവരും ഞെട്ടി വിറച്ച് ഇങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ഗൺഷോട്ട് നമ്മുടെ ആ ഒരു മറൈൻ സോൾജിയറെ കൊന്നുകൊണ്ട് നമ്മുടെ പൈറേറ്റിൻ്റെ എൻട്രിയാണ്. ഒരു പിസ്റ്റളും കൈ പിടിച്ചുകൊണ്ട് സ്ലോ മോഷനിലുള്ളൊരു എൻട്രി. അപ്പോൾ ഇത് കണ്ടിട്ട് ഓൾറെഡി ലൂട്ടനൻ്റെ ഗ്യാസ് തീർന്ന്, കാരണം ലൂട്ടനൻ്റെ അടുത്തോ എന്തെങ്കിലും പറഞ്ഞാൽ തട്ടിക്കളയും. അങ്ങനെ അവൻ കയറി വന്നുകൊണ്ട് നമ്മുടെ ബറാട്ടി റെസ്റ്റോറൻറ്റിൽ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് പറയാം ഫുഡായിട്ടുള്ള എന്തും ഞാൻ തിന്നുന്നു. അപ്പോൾ നമ്മുടെ തടിമാടനായ ആ ഫസ്റ്റ് കണ്ട കുക്ക് വന്നുകൊണ്ട് ചോദിക്കും സാർക്ക് എന്താണ് വേണ്ടത്, സാർ കയ്യിൽ പൈസ ഉണ്ടോയെന്ന്. ഫുഡോ ഈ ഗണ്ണ് മതിയെന്ന് ചോദിക്കുമ്പോൾ തടിമാടൻ ചോദിക്കും അപ്പോൾ നിൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, പൈസ ഇല്ലാത്തവന്മാർ കസ്റ്റമർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തടിമാട തലയ്ക്ക് വാരികാണ്ട് കുക്കിന് ഒരു അച്ചടി, കുക്കിനല്ല പൈറേറ്റിന് ഒരു അച്ചടി. അതോടെ പൈറേറ്റ് അവിടെ കടന്ന്. അങ്ങനെ ഈ പൈറേറ്റിനെ എടുത്ത് നിലത്തിട്ട് ചവിട്ടി കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാഞ്ചി അവിടെ നിന്ന് നടന്നു പോവുകയാണ് കിച്ചണിലോട്ട്. അവൻ എന്തോ കുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൂഫിയും ശ്രദ്ധിക്കുന്നുണ്ട്, അതേപോലെ അവിടുത്തെ ഓണറും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ലൂട്ടനൻറ്റിനെ കാണിക്കും. ലൂട്ടനൻറ്റ് ഇതൊക്കെ കണ്ട് പേടിച്ച് ഈ ഹെല്ല് പോലെയുള്ള നരകം പിടിച്ച ഹോട്ടലിൽ ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞ് ലൂട്ടനൻറ്റ് നൈസായിട്ട് സ്കൂട്ടായി. പിന്നെ നമ്മുടെ തടിയൻ ഈ നമ്മുടെ പൈറേറ്റിൻ്റെ മേത്ത് കയറിയിരുന്നത് നല്ല രീതിയിൽ നൃത്തമൊക്കെ ചെയ്തതിന് ശേഷം നൈസായിട്ട് അവനെ പിടിച്ച് വെളിയിലോട്ട് തട്ടും. അങ്ങനെ ഈ നിലത്ത് കിടന്ന് എഴയുകയാണ് നമ്മുടെ പൈറേറ്റ്. ഈ നേരത്ത് അതിൻ്റെ നേരെ മുകളിൽ ഡെക്കിൽ നമ്മുടെ ലൂഫി വന്ന് നോക്കുന്നുണ്ട്. ലൂഫി ചോദിക്കുക എന്താ മോനെ നിനക്ക് വിശക്കുണ്ടോന്ന്. അപ്പോൾ പൈറേറ്റ് പറയും എനിക്ക് വിശപ്പൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ ബലം പിടിക്കും. ഈ നേരത്തെ അവൻ്റെ വയറ്റിലാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വിശന്നിട്ട്. ഈ നേരത്താണ് പെട്ടെന്ന് അവൻ്റെ മുമ്പിലോട്ട് ഒരു ബൗൾ ഓഫ് ഫുഡ് വന്ന് കൊണ്ടുപോയി വെക്കണേ. വേറെ ആരെല്ലാം നമ്മുടെ സാഞ്ചിയാണ്. സാഞ്ചി പിന്നെ അവൻ്റെ അടുത്ത് ഇരുന്നാണ്ട് ആ ഒരു സൈഡിൽ ഇരുന്നാണ്ട് പറയും മോനെ കഴിക്കാൻ നോക്ക്. അപ്പോൾ അവൻ പറയും നിൻ്റെ ഡൊണേഷനും തേങ്ങയും വാങ്ങിയൊന്നും എനിക്ക് വേണ്ട, ഞാൻ അവിടുത്തെ കസ്റ്റമർ അല്ല എന്ന് പറയും. അപ്പോൾ സാഞ്ചി വീണ്ടും പറയും വിശപ്പുള്ള ആരാണോ അവർ എൻ്റെ കസ്റ്റമറാണെന്ന്, എനിക്ക് അങ്ങനെയാണെന്ന് പറയും.
അപ്പോൾ പിന്നെയും ഇവൻ സമ്മതിക്കുന്നില്ല ഫുഡ് കഴിക്കാൻ. അതിനുശേഷം പിന്നെ സാഞ്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ കടലെന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. അവിടെ ഫുഡും ഇതൊക്കെ നഷ്ടപ്പെടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഈ ഫുഡ് ഇല്ലാത്തതിൻ്റെ വിഷം എന്നെക്കാട്ടി കൂടുതലായിട്ട് വേറെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പൈറേറ്റിനെ കൺവിൻസ് ചെയ്യിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ പൈറേറ്റിൻ്റെ കൺട്രോൾ പോയി. അവൻ ഈ ഫുഡ് എടുത്തിട്ട് വാരി വലിച്ച് തിന്നാൻ തുടങ്ങി. അവൻ്റെ ആണെങ്കിൽ കണ്ണിന്ന് കണ്ണീര് വരുന്നുണ്ട് വിഷമം കൊണ്ട്. കാരണം ആരും കുറേ സമയം ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു അവസ്ഥ, മാനസികാവസ്ഥയാണ് അവിടെ കാണാൻ പറ്റുന്നത്. അവൻ ആർത്തിയോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ ഫുഡ് ഭയങ്കര ഡെലീഷ്യസ് ആണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കേട്ടാണ്ട് സാഞ്ചി ചിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് മുകളിലൊരു ചിരി കേൾക്കുന്നത്. ഓ, അപ്പോൾ നീ ഒരു നല്ല കുക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷാൽ ലൂഫി. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ ഷിപ്പിലോട്ട് ഒരു കുക്കിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. നീ എൻ്റെ ഷിപ്പിൽ, പൈറേറ്റ് ഷിപ്പിലെ കുക്കാവുമോ എന്ന് സാഞ്ചിനോട് ചോദിക്കുകയാണ്. അതിനുശേഷം നേരെ നമ്മുടെ ലൂഫി നേരെ താഴെ വന്ന് സാഞ്ചിൻ്റെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംഭാഷണമാണ്. അതായത് വേറെ ഒന്നല്ല, നീയാണോ ഈ നമ്മുടെ ഷിപ്പിൻ്റെ മുകളിലോട്ട് ക്യാനൺ ബോൾ ഫയർ ചെയ്തതെന്ന്. അപ്പോൾ ലൂഫി ഒരു സെൽഫ് ഡിഫെൻസിൽ പറ്റിപ്പോയ അബദ്ധമാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയും. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നീ അധികം ഇവിടെ ബുദ്ധിമുട്ടൊന്നും നിൽക്കണ്ട. അതായത് നീ ഒരു പൈറേറ്റ്സ് അല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീ ഇവിടെ അധികം കച്ചറ കളിക്കാൻ നിൽക്കണ്ട. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഓണർ എന്ന് പറഞ്ഞ ഒരു പൈററ്റ് ക്രൂവിലെ കുക്കായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയുള്ള ബാക്കി കുക്കുകളെല്ലാം ആ ഒരു കുക്കിനോടുള്ള അഡ്മിറേഷൻ കൊണ്ട് ഇവിടെ ജോയിൻ ചെയ്ത ഹോട്ട് ഹെഡഡ് പൈററ്റ്സ് ആണെന്നെല്ലാം പറഞ്ഞ് വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സാഞ്ചി റൂഫിയുടെ റിക്വസ്റ്റ് റിജക്റ്റഡ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ലൂഫി വീണ്ടും പറയാം, ഞാൻ നിൻ്റെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുക. അതായത് ലൂഫിക്ക് സാഞ്ചിനെ കുക്കായിട്ട് കിട്ടിയേ പറ്റൂ ഷിപ്പിൽ. പിന്നെ പറയാം, എൻ്റെ പൈററ്റ് ക്രൂവിൽ ചേര്, നമുക്ക് ഒരുമിച്ച് കണ്ട് ഈ ക്രൂവിൽ ജീവിക്കാം എന്നെല്ലാം പറഞ്ഞു കണ്ട് അവൻ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ സാഞ്ചി പറയും, എനിക്ക് ഷിപ്പിനോട് കുറച്ച് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, എനിക്ക് അങ്ങനെ ഇവിടെ വിട്ട് വരാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ലൂഫി വിടുന്നില്ല. ലൂഫിക്ക് ഒരാളെ പിടിച്ച അത്രേ ഉള്ളൂ. ലൂഫി ഇനി ക്രൂ മെമ്പർ ആക്കിയിട്ട് അടങ്ങുള്ളൂ. ആ ഒരു മൈൻഡിലാണ് മച്ചാൻ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു കണ്ട് അവസാനം സാഞ്ചി സ്ട്രോ ആറ്റിന് കുറ്റം പറയും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ലൂഫിക്ക് പിടിക്കില്ല. അങ്ങനെ അവർ വീണ്ടും തല്ലുണ്ടാക്കാൻ സമയമായി. ഈ നേരത്ത് നമ്മുടെ പൈററ്റ് ഇൻട്രപ്റ്റ് ചെയ്യാണ്. അപ്പോൾ മച്ചാൻ ചോദിക്കണത്, ഞാനൊരു പൈററ്റാണ്, ഞങ്ങൾക്കും കുറേ എയിമുകളുണ്ട്, അതേപോലെ നീയും പൈററ്റല്ലേ, നിനക്ക് എന്തെങ്കിലും എയിമുകളുണ്ടെന്ന്. അപ്പോൾ ലൂഫി പറയും, ഞാൻ വൺ പീസ് സ്വന്തമാക്കാൻ പോവാണ്, ഞാൻ ഗ്രാൻഡ് ലൈനിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആ ക്രീഗ് പൈററ്റ് ഇങ്ങനെ ഞെട്ടി വിറച്ചൊരു ഇരുത്തുണ്ട്. അതിനുശേഷം നമ്മളെ പൈറേറ്റ് പറയും, നീ കുക്കിനെ റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിൻ്റെ ക്രൂവിൽ അധികം ആൾക്കാരുണ്ടായിരിക്കില്ലല്ലേ. അപ്പോൾ തന്നെ നമ്മുടെ ലൂഫി പറയും, അതെ, ഇവനാണ് എൻ്റെ 5th മെമ്പർ. ഓൾറെഡി ലൂഫി റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സാഞ്ചിക്ക് ഇനിയിപ്പോൾ റിജക്റ്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരു പ്രത്യേകതര സാഹചര്യം. ലൂഫി എന്ത് വിട്ടാലും സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ പിന്നെ ഈ പൈറേറ്റ് വാൺ ചെയ്യുക, ഗ്രാൻഡ് ലൈൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ കളിയല്ല, അതൊരു തീക്കളിയാണ്. അങ്ങോട്ട് പോയാൽ ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ ഗ്രാൻഡ് ലൈൻ അല്ല മെയിൻ, അത് കഴിഞ്ഞിട്ട് വേറെ സംഗതി കുറേ ഉണ്ടെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ലൂഫിനെ വാൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള മെയിൻ സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലത്തെ പരിപാടിയാണ്. കിച്ചണിൽ ഈ കുക്സ് എല്ലാവരും കൂടെ ഇപ്പോൾ ഇവൻ ഓൾറെഡി ഒരു പൈറേറ്റ്സിനെ അടിച്ച് പുറത്താക്കിയിട്ടല്ലോ, ക്രീക്ക് പൈറേറ്റ്സിലെ. ഈ ക്രീക്ക് പൈറേറ്റ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ക്രീക്ക് പൈറേറ്റ്സിൻ്റെ ലീഡർ ഡോൺ ക്രീക്ക്, അവനൊരു ഭീകരനാണ്. അവന് ഒരു 50 ഷിപ്പിൻ്റെ ഒരു ക്രൂ ആണ് അവർ. അത്രയും ഷിപ്പിനെ അവൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനൊരു ഭീകരൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ ഡിസ്കഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ കുക്സിൻ്റെ ഇടയിൽ 2 അഭിപ്രായം വരാണ്. കാരണം ഒരു കുക്ക് പറയാണ്, ഈ ക്രീഗ് പൈറേറ്റ്സിൻ്റെ ഒരാളെ തൊട്ട് കഴിഞ്ഞു, അപ്പോൾ അവന്മാർ ഇനി അടിക്കാൻ വരും. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഈ ക്രീഗ് പൈറേറ്റ്സിനെ അടിച്ചവൻ പറയുന്നുണ്ട്, അത് വിചാരിച്ച് ഇവത്ര വലിയ പൈറേറ്റ് ആണെങ്കിൽ ഞാൻ ഇവന് മറ്റേ സദ്യയും ബിരിയാണിയും വിളമ്പി കൊടുത്ത് സ്വീകരിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ഈ ഹോട്ടലിൽ ഇത്രയും ആൾക്കാർ വരാൻ കാരണം ഈ കുക്കുമാർ പൈറേറ്റ്സിനെ അടിച്ചു ഒതുക്കുന്നതുകൊണ്ട് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നത്. ഇതാണ് നമ്മുടെ കുക്കിങ്ങിൻ്റെ ബിസിനസ് തന്നെ. അപ്പോൾ ഇത് ഞാൻ ഇല്ലാണ്ടാക്കണം എന്നെല്ലാം ചോദിച്ചാൽ അവർ തമ്മിൽ അടി തുടങ്ങും. അപ്പോൾ ഈ നേരത്താണ് അവിടേക്ക് ആ ഓണർ കടന്നു വരുന്നത്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാഞ്ചിയും അതേപോലെ ആ പൈറേറ്റിനെയും നമ്മുടെ ലൂഫിനെയാണ്. അപ്പോൾ ഇവന്മാർ 3 ആളും കൂടെ വർത്താനം പറഞ്ഞ് അവസാനം നമ്മുടെ പൈറേറ്റ് വിട പറയാൻ പോവാണ്. പൈറേറ്റ് പറയും, സാഞ്ചി നിങ്ങളുടെ ഫുഡാണ് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് ഞാൻ കഴിച്ചെല്ലാം പറഞ്ഞിട്ട് പൈറേറ്റ് പോകാൻ നിൽക്കുക. ഈ നേരത്താണ് ബറാട്ടിയുടെ ഓണർ അങ്ങോട്ട് വരുന്നത്. ഓണർ നമ്മുടെ ലൂഫിനെ കണ്ടപ്പോൾ തന്നെ, എടാ പണിയെടുക്കടാ പോയി ചെറുക്കാന്ന് പറയും. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പൈറേറ്റ് പറയും, എനിക്ക് ഫ്രീ ആയിട്ട് ഫുഡ് തന്നുകൊണ്ട് ഇനിയിപ്പോൾ അതിനുള്ള ചീത്തയും നിങ്ങൾ കേൾക്കേണ്ട സാഞ്ചിസ്ഥാൻ എന്ന് പറയും. അപ്പോൾ സാഞ്ചി എന്ത് ചെയ്യും, നൈസായിട്ട് ആ ഗ്ലാസും പാത്രം കൂടി എടുത്തുകൊണ്ട് കടലിലേറി. അതിന് പ്രൂഫ് വേണ്ട ഞാൻ ഫുഡ് തന്നുള്ളതെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ആ പൈറേറ്റും ഞെട്ടി നിൽക്കുകയാണ്, ലൂഫിയും ഞെട്ടി നിൽക്കുകയാണ്. അതിനുശേഷം ആ പൈറേറ്റ് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അതിനുശേഷം ഈ തിരക്ക് പിടിച്ച ഹോട്ടലിൻ്റെ കിച്ചണിലോട്ട് നമ്മുടെ ലൂഫിയുടെ എൻട്രിയാണ്. ലൂഫി ഇൻട്രോ ഒക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ അവിടുത്തെ പുതിയ ചോർ ബോയ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം, എൻ്റെ പേര് മങ്കേടി ലൂഫി.
അല്ല ലൂഫി എന്ന് പറയുന്നുള്ളൂ. അങ്ങനെ ഇൻട്രോ കൊടുത്തതിന് ശേഷം മൂപ്പര് അവിടെ ഒരു കസാലയിൽ ഇരുന്ന് ഇങ്ങനെ ഇവിടെ എന്താ നടക്കണത്, എന്തൊക്കെയാണ് ഈ തേങ്ങയാണ് ഇവിടെ നടക്കണതെന്ന് മനസ്സിലാവാണ്ട് പാവം ഇങ്ങനെ മൂക്കിലും കൈയിട്ട് ഒരു കസാലയിൽ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ നേരത്ത് അവിടെ ഭയങ്കര റഷ് അവറാണ്. അപ്പോൾ ഫുഡൊക്കെ ഓരോ ടേബിളിലോട്ട് എത്തിക്കാൻ വേണ്ടി ഇവിടെ അവസാനം കുക്കുകൾ തമ്മിൽ അടിയായി. നീ അതുണ്ടാക്കാത്ത എന്താ, ഇവൻ എന്താണ് ഉണ്ടാക്കാത്ത, ആ ടേബിളിൽ സെർവ് ചെയ്യേണ്ടത് നീയല്ലേ എന്ന് പറഞ്ഞാണ്ട് ഇവന്മാർ പൊരിഞ്ഞടി തുടങ്ങാറായി. അതിനുശേഷമാണ് ആ രസകരമായ സംഭവം നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഫി ഈ കിച്ചണിൽ കിടക്കണ സൊറൊക്കെ കേട്ടുകാണ്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാർ സാഞ്ചീനൊക്കെ പറയണ കാര്യങ്ങൾ, സാഞ്ചീനെ കുറിച്ചൊക്കെ പറയണത് കേട്ട് മൂപ്പര് ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് പാത്രം കഴുകുന്നുണ്ട്. മൂപ്പര് നേരെ ഇടുന്നത് ആ കഴുകുന്നിടത്തേക്ക് തന്നെ. അങ്ങനെ ഓരോ പാത്രവും കഴുകിയും ഒക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ചാൻ. പെട്ടെന്ന് ഈ പൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് അവിടുത്തെ കുക്കുകളൊക്കെ നോക്കും, ഇത് എവിടുന്ന ഈ പൊട്ടുന്ന ശബ്ദം എന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ മച്ചാൻ ഇവിടെ ഇരുന്ന് പാത്രം കഴുകി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം കുക്കുകൾക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് പാത്രം കഴുകണ പരിപാടി നടക്കൂല. അങ്ങനെ കുക്കുകൾ മറ്റൊരു മോപ്പ് കൊടുത്തുകൊണ്ട് പോയി തറ തുടയ്ക്കണമെന്ന് പറയും. ഇങ്ങനെ തുടയ്ക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന ഒരു മെയിൻ ഡിഷിൽ നിന്ന് ഒരു ചെറിയ പീസ് അടിച്ച് മാറ്റുകയും ചെയ്ത് ആ ഡിഷ് കൊളാക്കുകയും ചെയ്ത് അതിനുശേഷം നേരെ പോയി ഇങ്ങാണ്ട് മറ്റേ ഒരു ചൂടുള്ള പാത്രം പിടിക്കും, കൈ പൊള്ളും, ആകെ അവിടെ അലമ്പാക്കി അവിടുത്തെ ബാക്കിയുള്ള പാത്രമൊക്കെ പൊട്ടിച്ച് കണ്ട് ആ അടുക്കള നാശകോശമാക്കും നമ്മുടെ ലൂഫി. പിന്നെ അവന്മാർ പറയും ഇറങ്ങി പോടാ കിച്ചണിൽ നിന്ന് ആയി എന്നെല്ലാം പറയുകയാണ്. നമ്മുടെ ലൂഫീനെ കിച്ചണിന് പുറത്താക്കാണ്. ഇനി നീ കസ്റ്റമർ സർവീസ് കുറച്ചു നേരം ചെയ്യുമെന്ന് പറഞ്ഞാണ്ട്, അതായത് ഓർഡർ എടുക്കാൻ വിട്ടിരിക്കുകയാണ് ലൂഫീനെ കസ്റ്റമർ അടുത്തേക്ക്. അങ്ങനെ പാവ ലൂഫി ഈ എന്താ പറയുക ലിസ്റ്റ് എടുക്കാൻ, എന്തൊക്കെ സാധനം വേണ്ടെന്നുള്ള ലിസ്റ്റ് എടുക്കാൻ പോകുമ്പോഴാണ് ആ ഒരു ടേബിളിൻ്റെ ചുറ്റും നാമി ഉസോഫും സോറയായിരുന്നു ശരിയായ ഫുഡ് അടി. ഇവന്മാർ ലൂഫിനെ കാണുമ്പോൾ വിളിക്കും, ഹേ ചോറ് പോയി ഇവിടെ ഒരു കൊല്ലം ഈ ഒരു ഷിപ്പിൽ ചോർ ബോയെ പണിയെടുക്കേണ്ടി വരും എന്നാണല്ലോ ഞങ്ങൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ഷിപ്പിൻ്റെ മറ്റേ ഫ്ലാഗ് റീഡ്രോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കണ്ട് ലൂഫി ആയിട്ട് ചെന്നുകൊണ്ട് ചോദിക്കും, എന്നെ കൂട്ടാണ്ട് നിങ്ങൾ ഇത്രയും സ്വാദിഷ്ടമായ ഫുഡ് അടിക്കുകയാണല്ലേ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഞങ്ങളെ ബിസിനസ് തരാണ്ട് സോറോങ്ങനെ പറയുമ്പോൾ ലൂഫി നൈസായിട്ട് മൂക്കിന്ന് കുറച്ച് വേസ്റ്റ് എടുത്തുകൊണ്ട് നേരെ സോറോയുടെ ഗ്ലാസ്സിലിടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉസോപ്പും നാമിയും കണ്ട് ചിരിക്കുന്നുണ്ട്. ഇവർ വിചാരിക്കും ഇപ്പോൾ സോറ അത് കാണാണ്ട് എടുത്ത് കുടിക്കും തന്നെ കണ്ട് ആ ലിപ്പിൻ്റെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോകുമ്പോൾ നേരെ ലൂഫിയുടെ അണ്ണാക്കിൽ ഒഴിക്കുകയാണ് സോറോ. അങ്ങനെ ഒരു ഫണ്ണി മൂവൻ്റാണ് അവിടെ ഉള്ളത്. നമ്മുടെ ക്രൂവിൻ്റെ ഇടയിലുള്ള ഒരു ഇൻട്രാക്ഷനാണ്. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അവന്മാർ അവിടെ പൊട്ടി ചിരിച്ച് ആ ഒരു ശാന്ത സ്വഭാവമുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ഡൈനിങ് ഏരിയ ഭയങ്കര കലഹപൂർവ്വമാക്കി തീർത്തു. അപ്പം ഈ പൊട്ടിച്ചിരിയൊക്കെ കണ്ട് നമ്മുടെ സാഞ്ചി അങ്ങോട്ട് നോക്കുന്നുണ്ട്. എന്ത് ഡിസ്റ്റർബൻസ് ആണ് ഇത്. ഇനിയിപ്പോൾ ഈ അവന്മാരുടെ ആ പൈറേറ്റ്സിൻ്റെ, അതായത് ലൂഫിയുടെ ക്രൂമേറ്റ്സ് ആയിരിക്കും, അവരും കച്ചറകളായിരിക്കും എന്നുള്ള മൈൻഡിലാണ് സാഞ്ചി നോക്കുന്നത്. അപ്പം പിന്നെ കാണുന്നത് ഈ ടേബിളിലൊക്കെ അടിച്ചുകൊണ്ട് നമ്മുടെ നാമിയും അതേപോലെ നമ്മുടെ ഉസോപ്പും ഒടുക്കത്തെ ചിരി. ഇവന്മാർ ചിരി നിർത്തണേ ഇല്ല, അട്ടഹസിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് അവന്മാർ. അപ്പോഴാണ് നമ്മുടെ സാഞ്ചി നമ്മുടെ നാമീനെ ശ്രദ്ധിക്കുന്നത്. പിന്നെ സാഞ്ചിയുടെ ഉള്ളിലുള്ള ആ ഒരു കോഴിയെ പുറത്തോട്ട് എടുക്കുന്ന ഒരു സീനായിരുന്നു. ഒരു ഫ്ലേവറൊക്കെ പിടിച്ചുകൊണ്ട് നാമിയുടെ മുന്നിൽ മുട്ട് കുത്തിയിരുന്ന് പിന്നെ അങ്ങോട്ട് ചാറ പാറ ഡയലോഗ് അടി, ഫ്ലേട്ടിങ്, പക്കാ ഫ്ലേട്ടിങ്. ഇതൊക്കെ കണ്ട് നമ്മുടെ ലൂഫിയും സോറയും ഞെട്ടി തരിച്ചിങ്ങനെ ഇരിക്കുക. ഈ ഒരു ഫ്ലേട്ടിങ് മൂമെൻറ്റിലാണ് നമ്മുടെ ബറാട്ടിയുടെ ഓണർ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിൻ്റെ മുമ്പിലുള്ള ഒബ്സ്റ്റാക്കിൾ ഞാനല്ലേ, അപ്പോൾ നീ എന്തുകൊണ്ട് ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു പൈറേറ്റ് ആയിക്കൂടാ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി തീരും എന്നെല്ലാം പറയുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് സാഞ്ചിക്കാണ്ട് സഹിക്കുന്നില്ല, സാഞ്ചിക്കാണ്ട് കലി കയറി. പിന്നെ കാണാൻ നമ്മുടെ ഈ മുമ്പുണ്ടായിരുന്ന ഒരു പൈറേറ്റ് ഇവിടുന്ന് പോയല്ലോ ക്രീഗിൻ്റെ, അവൻ്റെ ഒരു ഷിപ്പ് ഒരു ഐലാൻഡിൻ്റെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു 2 പേര് സംഭാഷണം, ഇരുട്ടത്ത് ഒരുത്തിരുന്ന് കണ്ട് മുന്നിൽ ക്രീഗ് പൈറേറ്റും ഉണ്ട്. അപ്പോൾ വേറെ ആരുമല്ല, ഡോൺ ക്രീഗാണ്. ഡോൺ ക്രീഗിനോട് ഇങ്ങനെ സംസാരിക്കണം. എന്താ വെച്ചാൽ നിനക്കിപ്പോൾ ഫുഡ് തന്ന ഒരു ഹോട്ടലിൽ നിന്നെല്ലാം നമ്മുടെ ഹോട്ടലിനെ കുറിച്ചൊക്കെ പറയണേ. അങ്ങനെ ഫൈനലി നമ്മുടെ ആ ഒരു പൈറേറ്റ് ഡോൺ ക്രീഗിനോട് പറയാം, ഞാൻ നിന്നെ ആ ഒരു ഹോട്ടൽ ബറാട്ടിയിലോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നതോട് കൂടി അവിടെ ആ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഗൈസ്.